ഇറാനും അമേരിക്കയും ഇസ്രയേലും കൂടി നടന്ന ആ യുദ്ധം ഏകദേശം തീരും എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ലോകത്ത് ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കയിലേക്ക് മെയ്ഫ്ലവർ എന്നൊരു ഷിപ്പ് വന്നിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തി അമേരിക്കയെ കണ്ടുപിടിച്ചു എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം. അന്ന് മുതൽ ഈ അറ്റ്ലാന്റിക് സമുദ്രം കടന്നു വന്ന ഈ മെയ്ഫ്ലവർ കപ്പലിന്റെ അടിസ്ഥാനം മുതൽ വെള്ളക്കാരൻ അമേരിക്കയിലേക്ക് കടന്നു വരികയും, എന്നാൽ ട്രാൻസ് അറ്റ്ലാന്റിക് ട്രീറ്റി എന്നൊക്കെ പറയുന്നത് നാറ്റോ സഖ്യത്തിന്റെ ഒരു ഇതാണ്. ആ ഒരു പോണ്ട് എന്ന് പറയാ ഈ കടലിനെ. ഈ കടലിന് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അപ്പുറത്തുള്ള യൂറോപ്പും ഇപ്പുറത്തുള്ള അമേരിക്കയുമായിട്ട് വളരെ സാഹോദര്യ ബന്ധം എല്ലാ കാര്യത്തിലും വെച്ച് പുലർത്തിയിരുന്നു, അവരുടെ സംസ്കാരത്തിലും. കാരണം അവിടെ നിന്നുള്ള വ്യക്തികളും അവിടെ നിന്ന ആൾക്കാരും വെള്ളക്കാർ എന്നുള്ള രൂപത്തിൽ, വെള്ളക്കാർ മാത്രമല്ല, ഇവിടെ കറുത്തപറയക്കാരും 193 രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത്. മുൻ കാലങ്ങളിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇവരോടൊപ്പം നാറ്റോ പറയുന്ന, യൂറോപ്യൻ യൂണിയൻ പറയുന്ന കാര്യങ്ങളൊക്കെ സഹിച്ചും കേട്ടും പറഞ്ഞും മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ട്രംപ് 2016 അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാം തരാൻ പറ്റില്ല. യൂറോപ്യൻ നിങ്ങൾ അതിന് വ്യക്തമായ സംഭാവന നാറ്റോയിലേക്ക്, ഡിഫൻസ് സ്പെൻഡിങ്, സൈനികമായ ചെലവ് നിങ്ങൾ 2% തരണം. കാരണം ഈ ചെറിയ രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയുടെ ചെലവിൽ ജീവിക്കാം. അപ്പൊ ട്രംപ് പറയുന്നുണ്ട്, യു ആർ ഫ്രീ ലോഡേഴ്സ്. അതായത് ഫ്രീ ലോഡേഴ്സ് എന്ന് പറഞ്ഞാല് ഓസിന് ജീവിക്കുന്നവര്, നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഓസിനെ അടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ പേപ്പർ ടൈഗേഴ്സ്, നിങ്ങൾ വെറും കടലാസ് പുലികള് എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചില്ലാണ്ടാക്കി. നിങ്ങൾ 2% മാത്രമാണ് ഡിഫൻസ് സ്പെൻഡിങ്, നിങ്ങളുടെ മൊത്തം സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതോടൊപ്പം തന്നെ കോവേർഡ്സ്, നിങ്ങൾ ഭീരുക്കളാണ്. കാരണം മുമ്പ് അമേരിക്ക ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് അപ്പോഴേക്കും യു കെ ഇറങ്ങി, ഫ്രാൻസ് ഇറങ്ങി, ജർമ്മനി ഇറങ്ങി, അങ്ങനെയാണ് ഇവർ യുദ്ധത്തിന് പോയിരുന്നത്. 2ാം ലോക മഹായുദ്ധം ഇവർ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തതാണ്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതിനെ വെല്ലാനായിട്ട് USSRനോ ഒരു ശക്തിക്കും ചേരില്ലായിരുന്നു. ഇന്ന് ഇതിൽ വ്യക്തമായ ഭിന്നിപ്പ് വന്നിരിക്കുന്നു. ട്രംപ് അത് പറഞ്ഞ് കാരണം ഇവര് ഈ ഫ്രാൻസ് ആയാലും ജർമ്മനി ആയാലും UK ആയാലും ഇവരൊക്കെ ഫുള്ളി ഡിപ്പെൻഡഡ് ഓൺ അമേരിക്ക ആയിരുന്നു. അമേരിക്കൻ സൈന്യം, അമേരിക്കൻ മാർക്കറ്റ്, അമേരിക്കൻ അവരുടെ BMW, ബെൻസ്, ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വാഹന മാർക്കറ്റ്, അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ്, ഇതൊക്കെ ഫുള്ളി അവർ ഭയങ്കര വിദഗ്ധരാ. കാര്യമായിട്ടൊന്നും അവരുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഭൂപ്രദേശം വളരെ ചെറുത്, ടെക്നോളജിയും സായിപ്പ് തന്നെ, പക്ഷെ സൈനികമായിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴാണ് ഫ്രെഡറിക് മേഴ്സ് എന്ന ജർമ്മൻ ചാൻസലർ ഇത്തിരി സൈന്യത്തെ ശക്തിപ്പെടുത്താൻ, ട്രംപ് ഈ സ്ഥിതിയിൽ ആയി കഴിഞ്ഞപ്പോ എത്ര പിടിച്ചാലും അവരെങ്ങനെയൊക്കെ പിടിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്ത് പുടിൻ, ഇപ്പുറത്ത് ട്രംപ്, പിന്നെ ചൈന എല്ലാം കൂടി കഴിഞ്ഞാൽ തന്നെയല്ല അവർക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, കുടിയേറ്റ പദ്ധതികൾ, അവിടെയുള്ള തീവ്രവാദം, ഇതുകളൊക്കെ സാംസ്കാരികമായിട്ടുള്ള യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ വലിയൊരു ഘടകമാണ് ഇതില്. അപ്പൊ പറഞ്ഞ അവസാനം ഈ ഒരു സമയമായപ്പോഴേക്കും ഈ സമയത്ത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ 2024 വന്നപ്പോൾ 5% വെച്ച് അവരുടെ GDPയുടെ 5% ഇതിലേക്ക്, ഡിഫൻസ് സ്പെൻഡിങ്ങിലേക്ക് കൊടുക്കാമെന്ന് തീരുമാനം. വലിയൊരു തുകയായി മാറും അത് കഴിഞ്ഞ് ഇറാൻ യുദ്ധം വന്നപ്പോൾ ഇവരാരും തിരിഞ്ഞു നോക്കണില്ല. അവർ പറയണെന്ന് കഴിഞ്ഞ 50 കൊല്ലം ഇവർ തന്നെ പറഞ്ഞിരുന്നതാണ്, ഖമേനി ഒരു ഇതാണ്, തീവ്രവാദമാണ്, ഇറാനാണ് എല്ലാത്തിനും തീവ്രവാദം കൊടുക്കുന്നേ. അടിക്കാനായിട്ട് സമയം വന്നപ്പോൾ ഇവരാരുമില്ല. ട്രംപ് ഒറ്റയ്ക്കായി, അമേരിക്ക ഒറ്റയ്ക്കായി. ട്രംപ് പറഞ്ഞു, നിങ്ങളെയും കൊണ്ട് ചോദിച്ചു. യൂറോപ്പിന് വ്യക്തമായിട്ട് മനസ്സിലായി അവന്റെ സുരക്ഷ അവൻ നോക്കണം. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ട്രംപ് പറയും, ഞങ്ങളില്ല. അടുത്ത വരുന്ന പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിലും അവർ പറയും, ഈ ഓസിനെ അടിക്കുന്ന പരിപാടി നിർത്തിക്കോ, വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാടായി. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് ഒറ്റക്കെട്ടായി നിൽക്കുമോ? സാധിക്കില്ല. യൂറോപ്പിൽ ഭിന്നതയുണ്ട്, ശക്തമായ 27 രാജ്യങ്ങളിൽ ഭിന്നതയുണ്ട്. അവര് തമ്മിൽ തല്ലി ചാവും. അതിൽ കുറെ ആൾക്കാർ ട്രംപിന്റെ കൂടെ, വിക്ടർ ഓർബാൻ നെതർലാൻഡ്സിലെ, ഹംഗറിയിലെ
വിക്ടർ ഓർബാൻ അല്ലെങ്കിൽ ഡെൻമാർക്ക് അങ്ങനെയുള്ള വലതുപക്ഷ ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. കാരണം അവർ ഈ ഇസ്ലാമിക പ്രീണനം, കുടിയേറ്റ പ്രീണനം മടുത്ത പല രാജ്യങ്ങളുണ്ട്. ഈവൻ ജർമ്മനി, ഫ്രാൻസ് പോലും അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അവരൊക്കെ UK ഇറങ്ങി ടോമി റോബിൻസന്റെ അണ്ടറിൽ ഈ കുടിയേറ്റത്തിനെതിരെ. അപ്പൊ യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ആ ഒരു ബന്ധം അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഈ ഭരണത്തിൽ വന്ന പിന്നെ ട്രംപ് ഇപ്പൊ ഇവിടെ പോയിട്ട് വെനസ്വേലയിൽ പോയിട്ട് മധുരനെ പിടിച്ചുകൊണ്ടുവന്നപ്പോ അതൊരു വാണിംഗ് ആയിരുന്നു. ആ വാണിംഗ് പിന്നീട് ഗ്രീൻലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ഗ്രീൻലാൻഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിന് ഇഷ്ടപ്പെട്ടില്ല. ഡെൻമാർക്കിന്റെ അധീനതയിലാണ് ഗ്രീൻലാൻഡ്. ഒട്ടനവധി ഈ റിസോഴ്സസ് ഉള്ള ഒരു പ്രദേശമാണ് അവിടെ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ പ്രദേശം. അത് ആരുടെ അല്ല, പക്ഷെ അമേരിക്കയുടെ ബേസ് ഉണ്ട് അവിടെ ഗ്രീൻലാൻഡിൽ. ഡെൻമാർക്കിന്റെ അധീനതയിലാണ്. അങ്ങനെ പോയിരുന്നതാണ്. ഒരുപക്ഷെ ശക്തി ഉപയോഗിച്ചിട്ട് അമേരിക്ക തീരുമാനിക്കണം ആ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാം എന്ന് തീരുമാനിച്ചാൽ ഇവർക്ക് ഒന്നും പറ്റില്ല. കാരണം അമേരിക്കയുടെ ഒട്ടനവധി ബേസുകൾ ജർമ്മനിയിലുണ്ട്, UK അവരുടെ റോയൽ എയർഫോഴ്സിന്റെ അണ്ടറിലുള്ള മിൽഡൻ ഹാളും ഫെയർഫീൽഡ് 2 ബേസുകൾ ഞാൻ പോകാറുള്ള ബേസുകളാണ്. രാംസ്റ്റീൻ ജർമ്മനിയിൽ ഞാൻ പോകാറുള്ള ബേസാണ്. ഗ്രീൻലാൻഡിലുണ്ട്, അങ്ങനെ ടർക്കിയിലുണ്ട്, ഒട്ടനവധി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ബേസുകളുണ്ട്. അപ്പോൾ സ്പെയിനിലുണ്ട്, ഇറ്റലിയിലുണ്ട്, റോട്ട, ഇതൊക്കെ ഞാൻ പോകുന്ന ബേസുകളാണ്. ഈ അമേരിക്കൻ വിമാനങ്ങൾ അവിടെ പോകുന്നതാണ്. അപ്പൊ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇതിനെ അമേരിക്കൻ സൈനിക ഇതിനെ പിൻവലിച്ചാല് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതില്ല, അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചാളും കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം മാർക്ക് റൂട്ട് പോലെയുള്ള നാറ്റോന്റെ തലവന്മാരൊക്കെ ഇതിൽ നിന്ന് ഒഴിവാവാനായിട്ട് പല രാജ്യങ്ങളും ഇടപെട്ട് ചിലപ്പോൾ ഒരു കോംപ്രമൈസിൽ എത്തിയിരിക്കാം. കാരണം ട്രംപും ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി അധികാരത്തിൽ ഇരിക്കുള്ളൂ. അപ്പൊ യൂറോപ്പുമായിട്ടുള്ള ബന്ധം അമേരിക്കയും വിട്ടുകളയുമോ, അതില്ലെങ്കിൽ വില പേശി അവരിൽ നിന്നും കൂടുതലായിട്ട് നേടിയെടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എന്നിരുന്നാൽ പോലും ഓസിനടിച്ച് ജീവിക്കുന്ന യൂറോപ്പിന് അമേരിക്ക വലിയൊരു ഇത് ചെയ്തിരിക്കുകയാണ്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ ബന്ധം കടന്നു പോകുന്നത്.